5 പേരുടെ തലയാണ് എടുത്തേക്കണേ. ഓരോരുത്തരുടെ തല വെട്ടുമ്പോൾ ഓരോരോ ടാറ്റു അടിക്കും. ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ചെസ്റ്റിൽ അടിച്ചേക്കുന്ന ടാറ്റു ആണ് കാണുന്നത്. ഫുള്ളായിട്ട് ഒരു ഹണ്ട് ചെയ്ത് പിടിച്ചേക്കുന്ന സംഭവങ്ങളല്ലേ. ആയിരക്കണക്കിന് തലയായിരുന്നു ഉണ്ടായിരുന്നു നേരത്തെ. ഉണ്ട് ഉണ്ടല്ലേ, തല വെട്ടി കൈ പിടിച്ച് കാണാം. ഇപ്പുറത്തെ കൈ തോക്കാണ്ടിരിക്കണം, അപ്പുറത്തെ കയ്യിൽ ഒരാളുടെ തലയായിരിക്കുന്നത് കണ്ടോ. ഈ ഒരു മുകളിലുണ്ട്. അപ്പം അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ഈ ഒരു മണി മുഴക്കം അന്നേരം തന്നെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ കഴിക്കുന്നതാണ് ഏറ്റവും മുകളിലെ പാത്രം. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് അതിന് താഴെ പവറുള്ള ആൾ. അങ്ങനെ 2 എണ്ണം ശരിക്കും ഒറിജിനൽ കുരങ്ങൻ്റെ തലവെട്ടിയാണ് ഈ കാണുന്നത്. ചെവിയിലൊക്കെ എന്ത് വലിയ ഓട്ടായി ഇതിടാൻ വേണ്ടിട്ടല്ലേ. ടൈഗർ. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു നമ്മുടെ കോണി ട്രൈബിലുള്ള ആളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ട്രൈബിഡിനെ കാണിക്കാന്ന് പറഞ്ഞാൽ, ട്രൈബിഡ് അല്ല, നമ്മുടെ ഹെഡ് ഹണ്ടറിൽ ഒരാളെ കാണിക്കാന്ന് പറഞ്ഞാൽ. യുവർ നെയിം? അലോങ്. യാ, ഓക്കെ. അപ്പം ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നത് ഇവരെ കോണിക് ട്രൈബിൻ്റെ. അപ്പം നമ്മളിവിടുത്തെ ആ ഒരു ഹെഡ് ഹണ്ടർ ട്രൈബിലുള്ള ആ ഒരു തല വെട്ടിക്കൊണ്ടിരുന്ന ഒരാളെ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വീടിനകത്തേക്ക് നമ്മൾ ക്ഷണിച്ചേക്കുവാണ്. ഇവിടെ ആ ഒരു ഹെഡ് ഹണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇരിക്കണേ. പുള്ളിയുടെ മുഖത്തൊക്കെ തന്നെ ടാറ്റു അടിച്ചേക്കുവാണ്. ഇത് നമ്മളിവിടെ ക്ഷണിച്ച് അകത്ത് കയറ്റിയിട്ട് കസരയൊക്കെ തന്നെ. അദ്ദേഹത്തിന്റെ മുഖം കണ്ടില്ല, മുഖത്തൊക്കെ ടാറ്റു അടിച്ചേക്കുവാണ്. പിന്നെ കഴുത്തേല് എന്തിന്റെ പുലിനകല്ലേ, പുലിനകമോ അല്ലെങ്കിൽ പുലിനാണ് അപ്പൊ കഴുത്തിലൊക്കെ പുലിനകവും സംഭവം ഇട്ടിട്ടുണ്ട്. പിന്നെ ചെവിയിൽ പണ്ടത്തെ ആ ഒരു ഭയങ്കര വലിയൊരു കടുക്കാനുള്ള വലിയൊരു സംഭവം ഇടുന്ന അതിനുള്ള ആ ചെറിയ വലിയൊരു ഹോളും കണ്ടില്ലേ രണ്ടുപേരും. മുഖത്തൊക്കെ തന്നെ ടാറ്റു അടിച്ച് വെച്ചേക്കുവാണ്. പിന്നെ കയ്യിലൊക്കെ തന്നെ ടാറ്റു ഉണ്ട്. ഇതേ ഒരു ഹെഡ് ഹണ്ടറാണ്. ഹെഡ് ഹണ്ടർ ശരിക്കും പണ്ടത്തെ ആ ഒരു അന്യൻ. ഇത് ലാസ്റ്റ് ആ ഒരു ട്രൈബിന്റെ ലാസ്റ്റ് ആളെന്നാണ് പറയാം. പണ്ട് തല വെട്ടിക്കൊണ്ടിരുന്നതിൽ ലാസ്റ്റ് ജനറേഷനിലുള്ള ആളാണിത്. അതെ അതെ. പുള്ളിയോട് വേണം നമ്മൾ ഇരുന്ന് നമ്മളത്ര ചായ കുടിക്കാൻ വേണ്ടി. ടൈഗർ ടീത്ത്. ടൈഗർ ടീത്ത്. അപ്പൊ കഴുത്തിലിട്ടാണ് ടൈഗർ ടീത്തിന്റെ പുലിയുടെ പല്ലാണ് ഇട്ടാണ്. ടൈഗർ. ഒരെണ്ണം ബിയർ, ഒരെണ്ണം ടൈഗറിന്റെ ടീത്തുമാണ്. ഇതുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു ചെവിയിലും പണ്ട് ഈ മറ്റേ നമ്മള് കമ്മലടിച്ചേക്കുന്നുണ്ടല്ലോ, ഇതുണ്ടല്ലോ വലിയ ഹോളാണ് കണ്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടില്ലേ ടാറ്റു, മുഖത്തൊക്കെ തന്നെ ടാറ്റു അടിച്ചേക്കുവാണ്. യുവർ നെയിം? Benjit. Age how much? 81. Other than my father. Huh? He is my father. Your father? ചെവിയിലെ ആ ഒരു ഇയറിംഗ് ഇടുവാണ് നമ്മളെ കാണിക്കാനായിട്ട്. ചെവിയിലൊക്കെ എന്ത് വലിയ ഓട്ടായി ഇതിടാൻ വേണ്ടിട്ടല്ലേ. ചെസ്റ്റ് കണ്ടില്ലേ, ചെസ്റ്റിൽ ടാറ്റു അടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. നേരത്തേക്ക് ഓരോ ആളെ കൊല്ലുമ്പോഴും അയാളുടെ ആ ഒരു ഇതിനു വേണ്ടി ശരീരത്തെ ഫുള്ളും ടാറ്റു അടിച്ച് വയ്ക്കാറുണ്ട്. ഓരോ ടാറ്റു ആയിട്ട് ഓരോരോ ടാറ്റു അടിച്ച് ചെയ്യുമായിരുന്നു. ഓരോ അദ്ദേഹത്തിന്റെ ഓരോ തല വെട്ടി കഴിയുമ്പോഴല്ലേ, ഓരോ തല വെട്ടി കഴിയുമ്പോഴും ശരീരത്തിൽ ടാറ്റു ചെയ്യും. പിന്നെ അദ്ദേഹത്തിന്റെ ഫേസിൽ ടാറ്റു ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെവിയിൽ കാര്യം പറഞ്ഞാൽ ചെവിയിൽ മറ്റേ ഇറങ്ങിയിട്ടു. പിന്നെ നമുക്ക് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആട്ടോ, ഇതൊക്കെ ആ സാധനം. പക്ഷെ ഇത് മറ്റേ ആനക്കൊമ്പിൽ നിന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇത് ഫുള്ളായിട്ട്. ഇത് ശരിക്കും ടൈഗറിന്റെ ടീത്തും ഇത് തന്നെ ബിയറിന്റെ ഇതാണ്. അദ്ദേഹത്തിന്റെ ഫേസിലൊക്കെ തന്നെ ടാറ്റു അടിച്ചേക്കുവാണ്. പിന്നെ എന്തായാലും ഇത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ഭാഗ്യം എന്നല്ലേ. പിന്നെ ഇവിടെ ഉള്ള ഈ ഒരു നമ്മുടെ ഈ ഒരു ഹെഡ് ഹണ്ടർ ട്രൈബിന്റെ വീട്ടിലുള്ള കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് തോക്കുകളാണ്. ഇതുണ്ടല്ലേ, ഒന്നാന്തരം തോക്കുകളല്ലേ, സൈസായിട്ടുള്ള തോക്കുകൾ.
മൂന്ന് തോക്കിരിപ്പുണ്ട്. മൂന്നെണ്ണല്ലേ? 3 തോക്കുണ്ട്. പിന്നെ അതിന്റെ ആ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ നടക്കണില്ലേ, ഗൺ പൗഡർ നടക്കണ സംഭവങ്ങളൊക്കെ. ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഇവർ യൂസ് ചെയ്യുന്ന കത്തികളാണ്. ഈ ഒരു കത്തികൾ ശരിക്കും ഓപ്പിയം ഇല്ലേ, ഓപ്പിയം കറ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കത്തികളാണ്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇതൊക്കെ വാള്. ഈ ഇത് ചൈനീസ് സൈഡ് പോലത്തെ സോഡൊക്കെ ഇരിപ്പുണ്ടല്ലേ. ഇത് രണ്ടാമത്തെ വാള്. ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ കത്തി സംഭവങ്ങളൊക്കെ അല്ലേ. സംഭവങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഇവര് ഹെഡ് കണ്ടിരുന്ന ആ ഒരു കത്തികളും കാര്യങ്ങളും ഇതിനകത്ത് ചിലപ്പോൾ കാണും, നമുക്കറിയാൻ മേല. ഈ കത്തികളുടെ ഒപ്പം നമ്മളിവിടെ വേറൊരു സംഭവം കണ്ടു. ഇത് ശരിക്കും കാട്ടുപോത്തിന്റെ തോലല്ലേ. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഈ അറ്റാക്കൊക്കെ വരുമ്പോൾ കയ്യിൽ ഷീൽഡായിട്ട് ഉപയോഗിച്ചിട്ട് സംഭവമാണ്. ഇതുണ്ടല്ലേ, കാട്ടുപോത്തിന്റെ തോൽ ഉണക്കി വെച്ചേക്കാണ്. അതുപോലെ ഇവിടെ ഒരു വലിയൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ട്, കണ്ടോ എന്ത് കട്ടിയല്ലേ ഇതിനൊക്കെ. ഇതൊക്കെ തന്നെ ആ ഒരു തോലും കാര്യങ്ങളൊക്കെയാണ്. ഓ, പാറയുടെ രീതിയിൽ കട്ടിയാണ്, അമ്മാരി തൊലിക്ക് കട്ടിയാണ് ശരിക്കും ഇതിന്, ഉണ്ടല്ലേ. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുവാണ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ നമ്മുടെ ആ ഒരു ഹോൺബില്ലൊക്കെ ഉണ്ടല്ലേ, ഹോൺബില്ലിൻ്റെ ഒക്കെ മറ്റേ ഇതില്ലേ ചുണ്ടാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. പിന്നെ അവർ ആ ഒരു ബാസ്ക്കറ്റിൽ ഇത് ശരിക്കും തയ്ച്ചു പിടിപ്പിച്ചേക്കുവാണ്. പിന്നെ ഇപ്പം ചെവിയിലിട്ട് കണ്ടില്ലേ ഇറങ്ങി ആ സംഭവം, അതിൻ്റെ അതുപോലത്തെ ഇരിക്കണം സെയിം സാധനം. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് രണ്ട് ശരിക്കും കുരങ്ങനില്ലേ, കുരങ്ങിൻ്റെ തലയൊട്ടിയാണ് ഈ കാണുന്നത്. ഈ രണ്ടെണ്ണം ശരിക്കും ഒറിജിനൽ കുരങ്ങൻ്റെ തലയൊട്ടിയാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ, ഇതൊക്കെ തന്നെ അവർ ആ ഒരു ഇവരുടെ ബാസ്ക്കറ്റിലേക്ക് തയ്ച്ചു പിടിപ്പിച്ചാണ്. ഇത് എടുത്തിരിക്കുക ആ ഒരു തേറ്റയാണ്, നമ്മുടെ പന്നിയില്ലേ, കാട്ടുപന്നിയുടെ പല്ല്. ഇതൊക്കെ ശരിക്കും ആ ഒരു തലയിൽ ഇങ്ങനെ ഇവരൊരു അലങ്കാരമായിട്ട് വരേണ്ട സംഭവങ്ങളാണ്. ചെവിയില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടാണ്. നമുക്ക് ഞകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വീട്. ഇത് ശരിക്കും ഒരു ഹാളാണ്. ഈ ഹാളിൻ്റെ ഇവിടെ തന്നെ ഇത് കണ്ടില്ലേ, ഇവർ ചൂടാക്കാനും മറ്റേ ഈ ഒരു കോണിയാക് ട്രൈബിൻ്റെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള സംഭവമാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അകത്ത് തന്നെ സെൻട്രലായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ നമുക്ക് ഇറച്ചി ഉണക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളോ പിന്നെ തടി അങ്ങനെയൊക്കെ ഉണക്കാനൊക്കെ ആയിട്ടല്ല. നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഭാഗ്യമല്ലേ, നമ്മൾ ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് ഓർത്തല്ല, നമ്മൾ പെട്ടെന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഇദ്ദേഹം നടക്കുന്നുണ്ട്. ഈ ഇതിലെ വന്നിട്ട് വന്നുള്ളൂ. നമ്മളവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് കറക്റ്റ് ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വെക്കാം അവിടെ നിന്ന് ആ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഓടി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. ഇതുണ്ടല്ലോ, ഇതിവിടെ ഉണ്ട് ഹാളിൽ തന്നെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു പാത്രങ്ങളുടെ ഒരു സംഭവം കാണിച്ചു തരാം. ഈ ഒരു പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ കഴിക്കുന്നതാണ് ഏറ്റവും മുകളിലെ പാത്രം. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് അതിന് താഴെ പവറുള്ള ആൾ, അങ്ങനെ അതിന് താഴെ ഉള്ള ആൾ, ഏറ്റവും ചെറിയ ആൾ കഴിക്കുന്നവരുള്ള പാത്രങ്ങളാണ് ഇങ്ങോട്ടെങ്ങനെ. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മളെ ഇപ്പോൾ കണ്ട അദ്ദേഹം കഴിക്കുന്ന പാത്രമാണ് ഈ കാണുന്നത്. ഇതിന് താഴത്തോട്ട് ഇങ്ങനെ അവരെ ഇളയ ആൾക്കാർ ഏറ്റവും തലമുറ താന്നു വരുന്നവരെല്ലാവരും കഴിക്കുന്നതാണ്. പിന്നെ ഈ ഒരു വീട് ഫുള്ളായിട്ട് മറ്റേ നമ്മൾ അവിടെ വെച്ച് കണ്ട പോലെ തന്നെ ഈ ഒരു ഈറ്റമുള ആ സംഭവം കൊണ്ട് ഉപയോഗിച്ചിട്ട് നെയ്തെടുക്കാനുള്ള സംഭവങ്ങളാണ് കൂടുതലും കാണിച്ചത്. ഇവിടെ നൊട്ടടിച്ച് ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അവർ ഹണ്ട് ചെയ്തേക്കുന്ന മൃഗങ്ങളുടെ തലയോട്ടി, ഇതൊക്കെ മാനല്ലേ, ഫുള്ളും ഹണ്ട് ചെയ്തേക്കുന്ന മൃഗങ്ങളുടെ തലയോട്ടിയാണ്. ഈ ഒരു വീട്ടിൽ ശരിക്കും പണ്ട് കാലങ്ങളിൽ ഹോൺബില്ലിന്റെ ചുണ്ടും കാര്യങ്ങളും. പിന്നെ ഇത് ചെറിയ തലയോട്ടി കണ്ടത് കുരങ്ങന്റെ തലയോട്ടി. മനുഷ്യന്റെ തലയോട്ടി ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 4 കൊല്ലം മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ശരിക്കും തലയോട്ടികൾ ഫുള്ളായിട്ട് എടുത്തോണ്ട് പോയി, വീണ്ടും പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ അല്ലേ, മാനുണ്ട്. ഇതൊക്കെ എന്താണ്, ഫുള്ള് ഒരു ഹണ്ട് ചെയ്ത സംഭവങ്ങളല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണം പറയാം. ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ പറ്റിയ ഭയം കിട്ടുമെന്ന് ജീവിതത്തിൽ കിട്ടത്തില്ല തോന്നുന്നില്ല. ഇത് ശരിക്കും ഇവർക്ക് ഈ ഒരു വില്ലേജിൽ നിന്ന് ഇവർക്കൊരു അംഗീകാരമായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ഫുള്ള് ഗിഫ്റ്റ്. മറ്റെന്താണ് ഈ കാണുന്ന ഇത് കണ്ടല്ലേ, ഇവിടെ ഈ ഒരു ബെല്ല് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ബെല്ല് ഒരൊറ്റ അടി അടിക്കും. അടിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും മോൺ വരെ കേൾക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം പെട്ടെന്ന് ട്രൈബിലുള്ള എല്ലാ ആൾക്കാരും വന്ന് കൂടും. പണ്ട് കാലങ്ങളിൽ ഇവരുടെ വില്ലേജിലൊക്കെ തന്നെ രാത്രി കിടന്നുറങ്ങാൻ പേടിക്കുന്നതാണ്. കാരണം എനിമീസ് എപ്പോഴാണ് വേറെ ട്രൈബിലുള്ളവരൊന്നും അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ഈ ഒരു മുഴക്കം അന്നേരം തന്നെ ഇവരെ ട്രൈബിലുള്ള എല്ലാവരും വന്ന് ചാടി വീഴും. എല്ലാവരും ഒരുമിച്ച് പെട്ടെന്ന് കൂടും. ഇവിടെ ഈ ഒരു ഭിത്തിയിൽ നേരത്തെ നമ്മൾ കണ്ട അദ്ദേഹം വെട്ടിയിരിക്കുന്ന തലകളാണ്. ഇതാണ് നമ്മൾ കണ്ട അതെ കേട്ടോ, ചെറുപ്പത്തിലെ ഫോട്ടോയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇതെന്തൊരു ഇവിടുത്തെ ചീഫ്, അദ്ദേഹത്തെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ രാജയാണ്. പിന്നെ ഒരു തല വെട്ടിക്കഴിഞ്ഞപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്. ഇത് ക്ലിയർ അല്ല. രണ്ടാമത് പിന്നെ ഇത് ഇവിടെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഉണ്ടല്ലേ, തല വെട്ടി കൈ പിടിച്ചോണം. ഇപ്പുറത്തെ കൈ തോക്കാണ്ടിരിക്കണം, അപ്പുറത്തെ കയ്യിൽ ഒരാളുടെ തലയായിരിക്കുന്നത് കണ്ടോ. ഈ ഒരു മുകളിലും ഉണ്ട്. അങ്ങനെ 5 ഫോട്ടോ ഉണ്ട്. ശരിക്കും ഞാൻ വായിച്ചതനുസരിച്ച് ഇദ്ദേഹം 3 തലയാണ് വെട്ടിയേക്കണേ. പക്ഷെ ഇവര് പറഞ്ഞ പുറത്താരോടും പറയില്ല എത്ര തല വെട്ടിയെന്ന്, അങ്ങനെ പറയത്തൊന്നുമില്ല അല്ലേ.
പിന്നെ ഇവരോട് ചോദിക്കാൻ പറ്റില്ല, ഇവരുടെ ആ ഒരു കൾച്ചർ നമ്മൾ കളിയാക്കണ പോലെയാണ് അവർ ഒത്തിരി പറയുന്നുണ്ട്. പുള്ളിയുടെ മോൻ പറഞ്ഞ അങ്ങനെയാണ്. നമ്മളിപ്പോൾ അയ്യോ ഇതെന്നൊക്കെ പറയുന്നത് തന്നെ അവർക്കൊരു നാണക്കേട് പോലെയാണ്. കാരണം അവർ ഇതിന് വലിയ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. നോർമൽ എന്നുള്ള രീതിയിലാണ് അവരുടെ ഇതല്ലേ. കാരണം പിന്നെ ഇതാണ് ഇവിടുത്തെ ചീഫാണ്, ഇവിടുത്തെ രാജാണ്. ഇദ്ദേഹത്തെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നുണ്ട് മുകളിലല്ലേ. അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ പറഞ്ഞ ഒരടുക്കള മ്യാൻമറിലും അപ്പുറത്തെ ഹാള് ശരിക്കും ഇന്ത്യയിലും. ഇതിപ്പോൾ നമ്മൾ കണ്ട മോഹന പുള്ളിയുടെ കേട്ടോ. പുള്ളിയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു തന്നെ എല്ലാം പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കഴുത്തെ കണ്ടില്ലേ, 1 2 3 4 5 6 തല വെട്ടിയിട്ടെന്നാണ് അപ്പം ശരിക്കും എൻ്റെ അർത്ഥം. പിന്നെ ബോഡി ഫുള്ളായിട്ട് ടാറ്റു ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫേസിൽ ടാറ്റു ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുമ്പ് കാണിച്ചു തന്നായിരുന്നു ചെസ്റ്റിലും ടാറ്റു അല്ലേ. ടാറ്റു ഉണ്ട്. അതെ, ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹാളാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭിത്തിയിൽ മൊത്തത്തിൽ കാട്ടുപോത്തിൻ്റെ ഫുള്ള് തലയോട്ടികളാണ് ഫുള്ളും കാണുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഇത് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാലപ്പഴക്കം വന്ന് കുറെ പോയി കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് അതൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് കൊള്ളാത്തല്ല. 1990 ശേഷം 1000 സാധനങ്ങളാണ് ഇവിടെ ഇരുന്നത്. അതെല്ലാം കുറേയൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാം എടുത്ത് കളയുകയും ചെയ്തു. ബാക്കിയുള്ളതെല്ലാം ഇവിടെ എടുത്ത് ഭിത്തി കയറ്റിച്ചു. പക്ഷേ ഈ ഒരു 3 കൊല്ലം മുമ്പ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഭിത്തിയിൽ ഈ ഒരു കാട്ടുപോത്തിൻ്റെ തലയ്ക്ക് പകരം മനുഷ്യൻ്റെ തല ഉണ്ടായിരുന്നതാണ്. പിന്നെ അത് ഇന്ത്യൻ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോയതാണ്. ഇതിനകത്ത് കാട്ടുപോത്തിനുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ തലയുണ്ട്. ഇത് ഫുള്ളായിട്ട് ഒരു ഹണ്ട് ചെയ്ത് പിടിച്ചേക്കുന്ന സംഭവങ്ങളല്ലേ. ഇത് 1000 തലയായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ. പിന്നെ ഇവിടെ ഇവർ കണ്ടില്ല, ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മേശം കാര്യങ്ങൾ കാണിച്ചാൽ ഇതൊക്കെ ഒരു 200 കൊല്ലം മേളിൽ പഴക്കമുള്ള മേശകളാണ്. ഇതിൻ്റെയൊക്കെ തലയിലായിട്ട് മറ്റേ നമ്മുടെ ഹോൺബില്ലിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഹോൺബില്ലിൻ്റെ തല കൊത്തി എടുത്ത് വെച്ചേക്കുവാണ്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന നേരത്തെ എല്ലാത്തിനും ടേബിളിൽ സൈഡിൽ ഇതുണ്ട്. ഇതെല്ലാം ഒറ്റ തടിയാണ്, ഒരൊറ്റ തടി ഉണ്ടാക്കിയേക്കുന്നതെന്ന് ഓർത്തോണം അല്ലേ. നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ഹെഡ് അണ്ടർ ആള് ശരിക്കും 5 പേരെ തലയാണ് എടുത്തേക്കണേ. അപ്പം നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റിയൊരു അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഇവർ ശരിക്കും ക്രിസ്ത്യാനിലോട്ട് മാറിയതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഉപേക്ഷിച്ചു. അതായത് ഇങ്ങനെ ഒരു ആചാരം തന്നെ ഉപേക്ഷിച്ചു. ഇവർ പണ്ട് കാലങ്ങളിൽ ഓരോരോ ട്രൈബുകളും തമ്മിൽ ഭയങ്കര അടിയും യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നായിരുന്നു ശരിക്കും ഈ ഒരു തല വെട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ശരിക്കും ഹെഡ് അണ്ടർ ട്രൈബ് എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എനിമീനെ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ തല വിട്ടു. അതായത് തോക്ക് വെച്ച് അല്ലെങ്കിൽ ആയുധങ്ങൾ വെച്ച് കീഴ്പ്പെടുത്തി, അമ്പും വില്ലൊക്കെ വെച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷം അവരുടെ തല കട്ട് ചെയ്തെടുത്തോണ്ട് ഒരു കയ്യിലിങ്ങനെ പിടിച്ചോണ്ട് വരും. കാരണം ഇവരുടെ ആ ഒരു വില്ലേജിന് അത് പ്രൗഡാണ്. കാരണം പിന്നെ ആ വെട്ടിക്കൊണ്ട് വരുന്ന ആൾക്കും തന്നെ ഒരു പവർ കൂടുവാണ് അവിടെ. പിന്നെ ഇവരുടെ വില്ലേജ് ഭയങ്കരമായിട്ട് ഫേമസ് ആവും. കാരണം ഇത്രയും ഹണ്ട് ചെയ്ത് പിടിച്ചതാണ്. പിന്നെ അതിനൊക്കെ തെളിയിക്കാൻ വേണ്ടിയാണ് ഇവരിന്റെ ഹെഡ് എടുത്തോണ്ട് വരുന്നത്. ഹെഡ് എടുത്തോണ്ട് വന്ന് ഇങ്ങനെ ഇവിടെ ഭിത്തിയിൽ വെക്കും. പിന്നെ ഇത്ര തല വെട്ടിക്കഴിഞ്ഞാൽ ഇത്ര പവർ കൂടാണ് ആരെ. അതുപോലെ തന്നെ വില്ലേജിലൊക്കെ അങ്ങനെ ഫേമസ് ആവും ആ വെട്ടുന്ന ആൾ. പിന്നെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ ഇവിടെ പണിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ കൂടെ ആണുങ്ങൾ കാണും. അതായത് തോക്കുകൾ ഇതൊക്കെ ആയിട്ട് ആണുങ്ങൾ കാണും. കാരണം എലിമി വില്ലേജിൽ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് വരാൻ പറ്റും. പിന്നെ ഇവിടെ രാത്രി ഇവർ പേടിച്ചാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. കാരണം എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് വരുമല്ലോ. അന്ന് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അടിക്കാൻ വേണ്ടിയുള്ള ബെല്ലാണ് ആ സംഭവം. നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്താലേ ഫുള്ളായിട്ട് മുഴങ്ങുന്നത് ഒച്ച കേൾക്കും. പിന്നെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ തന്നെ ഇപ്പം കൃഷിക്ക് പോയിട്ട് എനിമി അറ്റാക്ക് ചെയ്ത് അവർ രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ കാലിലും ഇതുപോലെ തന്നെ ടാറ്റൂസൊക്കെ തന്നെ അടിച്ചു കൊടുക്കും. പിന്നെ ഇവരുടെ നമ്മൾ കണ്ട പോലെ നെഞ്ചത്ത് ഓരോരുത്തരെ കൊല്ലുമ്പോഴും ഓരോ ടാറ്റു അടിക്കുന്ന, തല വെട്ടി കഴിയുമ്പോൾ ടാറ്റു അടിക്കും. When I was in high school from class 8 to 10, I did my high school with staying with Kerala teacher in the little class school. That's why I'm always proud of and always eager to talk like just silly. Or I was Kerala teacher for 3 years. That's the problem. And I'm proud of you guys. Thank you so much. ഓക്കെ, നമ്മൾ പുള്ളി പോവാണ്. പുള്ളിനെ നമ്മൾ മലയാളം ടീച്ചറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞത് ആണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ കേരളത്തിലെ ആൾക്കാരെ കാണുന്ന നമ്മൾ കേട്ടോ പറഞ്ഞു പുള്ളി.